ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത നിത്യപാരായണം. ഇന്ന് ദശമസ്കന്ധത്തിലെ 55-ാമത്തെ അധ്യായം. കഴിഞ്ഞ അധ്യായത്തിൽ രുക്മിണി ദേവിയുടെ സ്വയംവരമായിരുന്നു. ഈ അധ്യായത്തിൽ രുക്മിണി ദേവിക്ക് ഒരു സന്താനം ഉണ്ടാകുന്നതും പ്രദ്യുമ്നനെ ശമ്പരൻ എന്ന അസുരൻ കട്ടുകൊണ്ടുപോയി കടലിലെറിയുന്നതുമൊക്കെ ആയിട്ടുള്ള ആ കഥകളാണ് പരാമർശിക്കുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥനാ ശ്ലോകങ്ങൾ. ഓം തത്സത്. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധി കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോऽഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദൂത്തമോത്തമശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേദാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം. തം നമാമി ഹരിം വരം. ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ജന്മാദസ്യേതുന്നയാദിദരദശ്ചാത്വേഷവിജ്ഞസ്വരാ തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യസ്സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാസ്വേന സദാ നിരസ്തകുഹകം സത്യം വരം ധീമഹി. സത്യം വരം ധീമഹി. ധർമ്മപ്രോചിത കൈതപുത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമഹിമേ ബിംബാബലീശ്വര സദ്യോ ഹൃദ്യവരുദ്ധേ പ്രമുഖി ശുശ്രൂഷിഭി തക്ഷണാത്. നിഗമകൽപ്പതരോദ്ഗളിതം ഫലം ശുഭമുഖാദമൃതദ്രവ സംയുതം വിഗതഭാഗവതം രസമാലയം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് ദശമസ്കന്ധത്തിലെ 55-ാമത്തെ അധ്യായം. പ്രദ്യുമ്ന ജനനവും ആ പ്രദ്യുമ്നനെ ശമ്പരാസുരൻ എടുത്തുകൊണ്ടുപോയി കടലിലെറിയുന്നതും അവിടെ നിന്നും മായാവതിയാൽ സംരക്ഷിക്കപ്പെട്ട് ആ ശമ്പരാസുരനെ വധിച്ച് ഭഗവാന്റെ അടുക്കലേക്ക് പ്രദ്യുമ്നൻ തിരിച്ചു വരുന്നതുമൊക്കെയാണ് ഈ അധ്യായത്തിൽ പാരായണം ചെയ്യുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത നിത്യപാരായണം. അത ദശമസ്കന്ധ പഞ്ചാപഞ്ചാശതമോധ്യായ. ശ്രീശുക ഉവാച. ഓം തത്സത്. കാമസ്തു വാസുദേവാംശോ ദഗ്ധപ്രാഗ്രുദ്രമന്യുന ദേഹോപപത്തയേ ഭൂയ തമേവ പ്രത്യപദ്യത. സയേവ ജാതോ വൈദഭ്യാം കൃഷ്ണവീര്യസമുദ്ഭവ പ്രദ്യുമ്ന ഇതി വിഖ്യാത സർവതോ നാമപിതു. തം ശംബരകാമരൂപീ ഹൃത്വാ തോഗമനിർദശം സവിദിത്വാത്മനഃ ശത്രും പ്രാസ്യോ ദദ്മ്യത്യഗാഗൃഹം. ഓം ശ്രീകൃഷ്ണായ നമഃ. തം നിർജഗാര ബലവാൻ മീനസ്തോപ്യാപരേ സഹ മൃദോ ജാലേന മഹതാ ഗൃഹീതോ മത്സ്യജീവഭിः. തം ശംബരായ കൈവർത്തോ ഉപാജ ഹൃരുപായനം സുധാമഹാസനം നിത്വാ
तद्विधिनाद्भुतम् दृष्ट्वा तदुदरे बालं मायावत्यै न्यवेदयत् नारदो कथयत् सर्वं तस्या शङ्कितचेतसा बालस्य तत्त्वमुत्पत्तिं मत्स्योदरनिवेशनम् सा च कामस्य वै पत्नी यदिर्नाम यशस्विनी पत्युर्निर्दग्धदेहस्य देहोत्पत्तिं प्रतीक्षति तिरुविद्यासम्भरेण सा सुपोदने कामदेवं शिशुं बुद्ध्या चक्रे स्नेहं तदार्भगे ओम श्री कृष्णाय नमः। नादिदीर्घेण कालेन स कार्ष्णीरूढयौवन जनयामास नारीणां विशन्दीनां च विभ्रमम् सा तम्पदीं पद्मदलायतेक्षणं प्रलम्बबाहुं नरलोकसुन्दरं सव्रीडहासोतभिदब्रुवेक्षति प्रीत्योपदत्ते यदिरङ्गसौरतेः कामः भगवान् कार्ष्णीर्मातुस्ते मधिरन्यथा मातृभावमधिक्रम्य वर्तते कामिनी यथा रतिरुवाच भवान् नारायणसुत शम्बरेणाहृदो गृहात् अहं ते धिकृता पत्नी രതികാമോ ഭവാൻ പ്രഭോ. തന്റെ നേരെ ആ രതിദേവി തന്റെ വളർത്തമ്മയാണ്. അപ്രകാരം ഉണ്ടായിട്ടും അമ്മയുടെ രൂപം കാണിക്കാതെ കാമം കാണിക്കുന്നത് കൊണ്ട് പ്രദ്യുമ്നൻ ചോദിക്കുകയാണ്, എൻ്റെ നേരെ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള വികാരം കാണിക്കുന്നത്? അപ്പോൾ രതിദേവി പറയുകയാണ്, അവിടുന്ന് എൻ്റെ പതിയായിട്ടുള്ള കാമദേവൻ തന്നെയാണ് വീണ്ടും പുനർജനിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രനായിട്ട് ഈ ശമ്പരനെ വധിക്കാൻ എന്നുള്ള സത്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഏഷകാനിർദ്ദശം സിന്ധ അക്ഷിപ്തശംബരോസുര മത്സ്യോ കൃഷീതദുർധരാത് പ്രാപ്തോ ഭവാൻ പ്രഭോ. തമിമം ജഹി ദുർധർഷം ദുർജയം ചക്രമത്മനാ മായാസതവിദം ത്വം ച മായാഭിർമോഹനാദിപി. പരിശോചതി തേ മാതാ പുരരീവ ഗത പ്രജാ പുത്രസ്നേഹാകുലാദീന വിവത്സാ ഗൗരിവാതുരാ. പ്രഭാഷൈവം ദദൗ വിദ്യാം പ്രദ്യുമ്നായ മഹാത്മനെ മായാവതി മഹാമായാം സർവമായാ വിനാശിനി. സജസംബരമർദ്ദിത്യ സംയുഗായ സമാപയത് അവിശോക്യസ്തമാക്ഷേപൈ ക്ഷിപൻ സഞ്ജയനൻ കലിം. സ്വദിക്ഷിപ്തോ ദുർവചോഭി പാദാഹത ഇവോരഗ നിശ്ചക്രാമഗദാ പാണിരമർഷാത്മത്താമ്രലോചന. ഗദാമാവിദ്യതരസാ പ്രദ്യുമ്നായ മഹാത്മനെ പ്രക്ഷിപ്യ ഗണദന്നാഥം വജ്രനിഷ്പേഷനിഷ്ഠുരം. തമാപതന്തീം ഭഗവാൻ പ്രദ്യുമ്നോ ഗദയാ ഗദാം അപാസ്യ ശത്രവേ ക്രുദ്ധാ പ്രാകൃഷ്ണോ സുഗതാം നൃപാ. സജമായാം സമാശ്രിത്യ ദൈദേയീം മയദർശിതാം മൂജേസ്ത്രമയം വർഷം കാഷ്ണൗ വൈഹായസോസുരാ. ശമ്പരനുമായിട്ടുള്ള യുദ്ധം അതിഭയങ്കരനായിട്ടുള്ള അസുരനാണ് ശമ്പരൻ. അവനെ വധിക്കുക പ്രയാസമാണ്. പ്രദ്യുമ്നനും ശമ്പരനുമായിട്ടുള്ള യുദ്ധമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഓം തത്സത് 22 അല്ലേ? പാദ്യമാനോസ്ത്രവർഷേണ രഗ്മിണേയോ മഹാരഥ സത്വാത്മികാം മഹാവിദ്യാം സർവമായോപമർദിനി. തതോ ഗൗഹ്യഃ ഗാന്ധർവാ പൈശാചോ ചോരഗരാക്ഷസി പ്രായുക്ത സതരോ ദൈത്യ നിഷാദമസി മുദ്യമ്യ സ കിരീടം സകുണ്ഠലം ശംബരസ്യ ശിരഃ കായാതാമ്രസ്മസ്രോജസ്വാഹരാത്. ഓം ശ്രീകൃഷ്ണായ നമഃ. ശംബരസ്യ ശിരകായ താമ്രസ്മസ്രോജസാഹരാത് അല്ലേ? ശംബരസ്യ ശിരകായ താമ്രസ്മസ്രോജസാഹരാത്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ആകീര്യമാണോ ദിവിജേ സ്തുവദ്ഭിക്കുസുമോത്കരൈഃ ഭാര്യായാംബരചാരിണ്യ
പുരം നീതോ വിഹായസ. അന്തഃപുരവരം രാജൻ ലലനാസംകുലം വിവേശപത്ന്യാ ഗഗനാ വിദ്യുദേവവലാഹകാ. തം ദൃഷ്ട്വാ ജലദശ്യാമം പീതകൗശേയവാസസം പ്രലംബബാഹും താമ്രാക്ഷം സുസ്മിതം രുചിരാനനം. ഈ പ്രദ്യുമ്നനെ കണ്ടിട്ട് ദ്വാരകാവാസികളെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് ധരിച്ച് ബഹുമാനത്തോടെ മാറി നിൽക്കുകയാണ്. എന്നാൽ കൃഷ്ണനൊട്ടെല്ലാം തന്നെ കൃഷ്ണനേക്കാൾ വളരെ ചെറുപ്പമുണ്ട്. എല്ലാവരും അതിശയപ്പെട്ട് ഈ ഒരു സ്ത്രീയോടുകൂടി വരുന്ന ഈ ബാലനെ നോക്കുകയാണ്. സ്വലംകൃതം മുഖാംഭോജം നീലവക്രാളകാളിഭി കൃഷ്ണം മത്വാ സ്ത്രിയോ ക്രീത നിലില്യുസ്തത്ര തത്രഃ. അപരാധ്യ ശനൈരീശ തൈലക്ഷണേന്യയോഷിത ഉപജഗ്മുഖമുദിത സസ്ത്രീ രത്നം സുവിസ്മിത. അത തത്രാസിതാപാംഗീ വൈദർഭീ വൽഗുഭാഷിണീ അസ്മരത് സ്വസുതം നഷ്ടം സ്നേഹസ്നുതപയോധരാ. രുക്മിണി ദേവിക്ക് തോന്നുകയാണ് തൻ്റെ പുത്രൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതേ പ്രായമുണ്ടാകും എന്തെന്നില്ലാത്ത വാത്സല്യം തോന്നുകയും മുല ചുരക്കുകയും ഒക്കെ ചെയ്യുകയാണ് രുക്മിണി ദേവിക്ക്. കോന്വയം നരവൈധൂര്യ കസ്യവാ കമലേക്ഷണ ഹൃദക്കയാ വാ ജഡരി കേയം ലബ്ധ്വാ ത്വനേന വാ. കഥം ത്വനേന സംപ്രാപ്തം സാരൂപ്യം ശാർങ്ങധന്വനാ ആകൃത്യ വയവൈർഗത്യ സ്വരഹാസാവലോകനൈ. പ്രായം കൊണ്ടും കാണാനും ഒക്കെ തൻ്റെ നഷ്ടപ്പെട്ടു പോയ സന്താനത്തെ പോലെയുണ്ട് എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ അവിടെ നാരദർ വന്ന് സത്യമെല്ലാം പറയുകയും എല്ലാവരും സന്തോഷത്തോടുകൂടി പ്രദ്യുമ്നനെ സ്വീകരിച്ച് സന്തോഷമായിരിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളാണ് അടുത്തതായി പാരായണം. സയേവ ഭവീന്നൂനം യോ മേ ഗർഭേ ദുർഭഗ അമുഷ്മിൻ പ്രീതിരധിക വാമസ്ഫുരതി മേ ഭുജ. ഏവം മീമാംസമാനായാം വൈദർഭ്യാം ദേവകീ സുധാ ദേവക്യാനദുർലഭ്യാ ഉത്തമശ്ലോക ആഗമത്. വിജ്ഞാതാർത്ഥോപി ഭഗവാൻ തൂഷ്ണീമാസ ജനാർദ്ദന നാരദോ കഥയ സർവം ശംബരാഹരണാധികം. തച്ഛുത്വാ മഹദാശ്ചര്യം കൃഷ്ണാന്തഃപുരയോഷിത അഭ്യനന്ദൻ ബഹൂനബ്ദാൻ നഷ്ടം മൃതമിവാഗതം. ദേവകീ വസുദേവസ്യ കൃഷ്ണരാമോ തഥാ ശ്രിയാ ദമ്പതീതോ പരിത്യജ്യ രുക്മിണീ ച യയുർമുദാ. നഷ്ടം പ്രത്യുഗ്നമായാതമാകർണ്യദ്വാരകൗകസ അഹോ മൃത ഇവായാദോ ബാലോ ദിഷ്ടേതിഹാ ബ്രുവൻ. നഷ്ടപ്പെട്ടുപോയി എന്ന് കരുതിയ ആ ബാലിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ദ്വാരകാവാസികളെല്ലാം നേരെ സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. പറഞ്ഞ ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പ്രദ്യുമ്നോത്പത്തി നിരൂപണം നാമ പഞ്ചാപഞ്ചാശതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം തത്സത്. ശ്രീമദ് ഭാഗവത സ്തോത്രത്തോടുകൂടി ഇന്നത്തെ ഭാഗവത പാരായണം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുകയാണ്. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത.
കിങ്കിണി പദകമല കൃഷ്ണ കങ്കണ കലയുകള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല ദേവാ ജയ ജയ ഭാഗവത ദവിനവനീതഹര കൃഷ്ണ തരുണീ ചിത്തഹര ദയയാ പാലയ ദാമോദര ഹരി തുളസീദാമോദര ദേവാ ജയ ജയ ഭാഗവത ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവചന ദേവാ ജയ ജയ ഭാഗവത നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടതിരീകൃത സ്തുതിവര ശുഭ ഫലദ ദേവാ ജയ ജയ ഭാഗവത പൂന്ദാന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവനരസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ഭാഗവത പാരായണം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുകയാണ്. ശ്രീ വിഷ്ണു ഭുജംഗ പ്രയാഗത്തോടുകൂടി പാരായണം സമർപ്പിക്കുന്നു. ശങ്കരാചാര്യൻ എഴുതിയ വിഷ്ണു ഭുജംഗ പ്രയാഗം. ഓം തത്ത് ഇദം ശംവിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോകാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീയം പരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ. വിശുദ്ധം ശിവം ശാന്തമാദ്യന്തശൂന്യം ജഗജ്ജീവനം ജ്യോതിരാനന്ദരൂപം അതിദേശകാലവ്യവച്ഛേദനീയം ദൈവ